സ്നേഹപ്പെട്ട എല്ലാവർക്കും പതിനൊന്നിലേക്ക് സ്വാഗതം. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചുറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. സങ്കീർത്തനം 42 വാക്യം. ഒരു കുട്ടിയെപ്പോലെ ദാവീദും വിടുതൽ അനുഭവിച്ചു. കരുണയ്ക്കായുള്ള തൻ്റെ ഹൃദയംഗമായ നിലവിളികളോട് ദൈവം പ്രതികരിക്കുന്നതിനായി സങ്കീർത്തക്കാരൻ ക്ഷമയോടെ കാത്തിരുന്നു. സങ്കീർത്തനം 41 വാക്യം പഠിക്കുമ്പോൾ കാണാൻ സാധിക്കും. സഹായത്താനുള്ള അവൻ്റെ നിലവിളി ദൈവം കേട്ടു. അവൻ്റെ സാഹചര്യങ്ങൾ നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ രക്ഷിച്ചുകൊണ്ട് പ്രതികരിച്ചു. ദാവീദിന് ജീവിതത്തിൽ ഉറപ്പുള്ള അടിത്തറ നൽകി. ജീവിതത്തിൽ ചേർന്നറിഞ്ഞ ചതുപ്പിൽ നിന്ന് വിടുതൽ സ്തുതി ഗീതങ്ങൾ ആലപിക്കാനും ഭാവി സാഹചര്യങ്ങൾ ദൈവത്തെ ആശ്രയിപ്പാനും തൻ്റെ കഥ മറ്റുള്ളവരുമായി പങ്കിടുവാനുമുള്ള അവൻ്റെ ആഗ്രഹത്തെ ശക്തിപ്പെടുത്തി. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ദാമ്പത്യ കലഹങ്ങൾ, അപര്യാപ്തതയുടെ വികാരങ്ങൾ എന്നിങ്ങനെ ഉള്ള ജീവിത വെല്ലുവിളികൾ നാം അകപ്പെടുമ്പോൾ നമുക്ക് ദൈവത്തോട് നിലവിളിക്കുകയും അവൻ പ്രതികരിക്കുന്ന ക്ഷമയോട് കാത്തിരിക്കുകയും ചെയ്യാം. അവിടുന്ന് അവിടെയുണ്ട്. നമ്മുടെ ആവശ്യ സമയത്ത് നമ്മെ സഹായിക്കാനും നമുക്ക് നിൽപ്പാൻ ഒരു ഉറച്ച ഇടം നൽകാനും അവിടുന്ന് തയ്യാറാണ്. എപ്പോഴാണ് ദൈവം നിങ്ങളെ കുഴഞ്ഞേറ്റിൽ നിന്നും വിടുവിച്ചത്? അവൻ്റെ ഭൂതകാല രക്ഷാപ്രവർത്തികൾ അവനിൽ ആശ്രയിപ്പാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്? പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഞാൻ കുഴിയിൽ അകപ്പെട്ടുമ്പോൾ ഞാൻ അങ്ങേക്കായി ക്ഷമയോടെ കാത്തിരിക്കും. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ ദൈവം നിൽക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.